എടാ എന്റെ ഷോക്ക് മാറിയിട്ടില്ല കേട്ടാ. മാളുവിന്റെ വീട്ടുകാരൊക്കെ ഇത്ര നല്ല സെറ്റപ്പ് ഉള്ളവരായിരുന്നോ? പിന്നല്ലേ. അല്ല, എന്നിട്ടാണോ അവള് റീചാർജ് ചെയ്യാൻ പോലും പാടുപെടണത്? തന്തേം തള്ളേ മരിച്ചു കഴിയുമ്പോ ആരാ തിരിഞ്ഞു നോക്കണേ? ഒരു പെണ്ണെന്ന് പറഞ്ഞാലേ ചെലവെന്താന്നറിയോ? അതും ശരിയാണ്. അല്ല, ആ സ്ഥിതിക്ക് ഇങ്ങേര് അവളെ വീട്ടുടങ്കലിൽ വെക്കാൻ സമ്മതിക്കുവോ? സമ്മതിക്കും, അല്ലെങ്കിൽ സമ്മതിപ്പിക്കും. എങ്ങനെ? ഇങ്ങേര് ഭയങ്കര ജാതിഭ്രാന്തനാണ്. ഈ ജാതി സംഘടനയൊക്കെ ഇല്ലേ, അതിന്റെ ഏതോ ജില്ലാതല പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആവാനായിട്ട് ഇരിക്കാൻ കൂടിയാണ്. അപ്പൊ ഈ സന്ദർഭം മുതലാക്കാനാണ് നീ എത്തിയത് അല്ലേ, മിടുക്കൻ. ദോ ഓള് വരുന്നുണ്ട്. അങ്ക്, ഞാൻ അശ്വിൻ. എന്റെ വീടിന്റെ അടുത്താണ് മാളുവിന്റെ പേരൻസ് പണ്ട് താമസിച്ചിരുന്നത്. ഓവ്, ഞാൻ അവിടെ വന്നപ്പോ കുട്ടീനെ കണ്ടിട്ടുണ്ട്. അല്ല, എന്താണ് മാളുവിനെ കുറിച്ച് പറയാനുള്ളത്? പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും അന്തസ്സോ അഭിജാത്യമുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടി ഇങ്ങനെ നശിച്ചു പോണത്. നശിക്കേ എന്നുവെച്ചാ വല്ല പയ്യന്മാരുമായിട്ട്? ആ അതന്നെ. നോക്കാനും കാണാനും ആരും ഇല്ലാതെ വരുമ്പോ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ പറഞ്ഞത് നോക്കാനും കാണാനും ആളില്ലാന്ന്? പിന്നെ ഞാനൊക്കെ എന്തിനാണ് ഇവിടെ ജീവനോടെ ഉള്ളത്? പക്ഷെ മാള് പറയണത് അച്ഛന്റെ അമ്മയുടെയും വീട്ടുകാർ തിരിഞ്ഞു നോക്കണില്ല. ഒരു കണക്കിന് അവൾക്കത് സൗകര്യമായി. അവള് അങ്ങനെയൊക്കെ സംസാരിക്കാറായോ? അവളല്ല പ്രശ്നം, ആ ചെക്കനാണേ. പറഞ്ഞു തിരിക്കാൻ ആളുണ്ടെങ്കിൽ ആരായാലും വഴി തെറ്റില്ലേ. പിന്നെ ഈ കാര്യം നാട്ടിൽ മുഴുവൻ അറിഞ്ഞ് നാണക്കേടുമായി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതുവരെ അറിഞ്ഞില്ലല്ലോ. അല്ല, ആ ചെക്കന്റെ ജാതി എന്തായിരുന്നു? 18ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി പിടിച്ച് വരാത്ത ഏതോ ഒരു മനുഷ്യനാണ് ഇങ്ങേര്. ഏറ്റവും താണതാണെന്നാ കേട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നതേ. നിനക്കറിയോ ഇഷാന്റെ ജാതി? എവിടെന്ന്? ഇയാളെ പിരികേറ്റാൻ പറഞ്ഞതാണ്. ബാലു ഒരു പട്ടത്തിപ്പെണ്ണിനെ കെട്ടിയിട്ട് പോലും 3 കൊല്ലം വീട്ടിൽ കയറാതെ നടക്കേണ്ടി വന്നത്. പിന്നീട് ഉയർന്ന ജാതിയാണല്ലോ എന്ന് വെച്ചിട്ട് മാത്രമാണ് അച്ഛൻ കയറ്റിയത്. തന്തയുടെ അതേ ചോര തന്നെ ഇങ്ങോർക്കും. വെച്ച് പൊറപ്പിക്കില്ല അങ്ങനെ ഒരു കുടുംബത്തില്. അപ്പൊ നടതള്ളുക അല്ലേ അങ്കിൾ? പോത്തെ, നീ സഹായിക്കാൻ വന്നാണോ അതോ പാരി വെക്കാൻ വന്നതോ? അല്ല എന്താ നടത്തള്ളി അവളവന്റെ പുറകിൽ പോവില്ലേ? ഓ ശരിയാണ് അങ്കിളെ, സംഘടനയുടെ ശക്തി അവളെ ഒന്ന് കാട്ടി കൊടുക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. അതൊക്കെ പോട്ടെ, കുട്ടിക്ക് ഇതിലുള്ള ഇൻട്രസ്റ്റ്? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി വേറൊരു ജാതി പോയി കെട്ടിയിട്ട് അവന്റെ ജാതി ആവുന്നതിലുള്ളൊരു മനോവിഷമം തന്നെയാണ്. കറക്റ്റ്, നീ പറഞ്ഞ വളരെ ശരിയാണ്. നമ്മുടെ ജാതിയിലെ ആളുകൾ കുറവാവില്ലേ? അതുകൊണ്ട് പഠിത്തമൊക്കെ നിർത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ ജാതി തന്നെ കെട്ടിച്ചു വിടുക. എന്താ നിങ്ങൾ ആലോചിക്കണത്? കല്യാണത്തിനൊക്കെ ചെലവാകുന്നാണോ? ഞാനതാ ചിന്തിച്ചെന്ന് ഇവനെങ്ങനെ മനസ്സിലായി? ഏയ് അതൊന്നും അല്ല. അത് പിന്നെ ഞാൻ ആലോചിച്ചത് ഇവളുടെ വിഷയം നാട്ടി പാട്ടാണെന്നല്ലേ നീ പറഞ്ഞത്. അപ്പോ കെട്ടാൻ ആരെങ്കിലും വരുമോ എന്നുള്ളതായിരുന്നു. അതിനങ്ങൾ വിഷമിക്കണ്ട, കെട്ടാൻ ഞാൻ റെഡിയാണ്. നിനക്കതിന് കെട്ടുപായോ? കണ്ടാ തോന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് 24 വയസ്സ് കഴിഞ്ഞു, 25 ആവാറായി. എന്നാലും അത് ദേവനും ഭാര്യയൊക്കെ ഞാൻ ആരെ ചൂണ്ടിക്കാണിക്കണോ എന്റെ വീട്ടുകാർ അവരെ സമ്മതിക്കും. പക്ഷേ കല്യാണ ചെലവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, വഴി തെറ്റിയൊരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ കെട്ടാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടി ഇങ്ങനെ പോകുന്ന എനിക്ക് സഹിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതമാണ് ത്യാഗം ചെയ്യാൻ റെഡിയാവണത്. സബാഷ്, ദേവന്റെ വളർത്തുകൂടെ നന്നായിട്ട് കാണുന്നുണ്ട്. ഇക്കാലത്ത് ഇങ്ങനെയുള്ള പയ്യന്മാരെയാണ് വേണ്ടത്. മോൻ സംഘടനയെ ചേർന്നട്ടാ. പിന്നില്ലേ, എപ്പ ചേർന്നു എന്ന് ചോദിച്ചാ മതി. മിടുക്കൻ. അപ്പോ ആളുകളുമായിട്ട് അങ്കിൾ? അത് പിന്നെ ഞാൻ ഏറ്റു. എന്നെത്തും? ഈ മാസം ഞാൻ നല്ല തിരക്കിലാണ് കേട്ടാ. അടുത്ത മാസം ആവട്ടെ. അത്രയും നീട്ടിയ ഇഷാനും അവൾ ഒരുമിക്കാൻ ചാൻസ് ഉണ്ട്. അതിനിട കൊടുക്കരുത്. അച്ഛോ അങ്കിൾ, അത്രയും നീട്ടാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയാണ്, അതുകൊണ്ടാണ്. അങ്ങനത്തെ സ്ഥിതി എന്ന് പറയുമ്പോ? അത് പിന്നെ എന്റെ അച്ഛനേക്കാൾ പ്രായമായ ഒരാളുടെ അടുത്ത് എങ്ങനെ തുറന്നു പറയുംന്ന്. എടാ, അപ്പൊ മാളു ഗർഭിണിയാണോ? എവിടെന്ന്? പക്ഷെ അങ്ങനെയാണെന്ന് ഞാൻ പറയുമ്പോ ഒന്ന് മിണ്ടാതിരുന്ന് തരാവോ? ബാലുവിന്റെ മോള് ഇത്രയും അതപ്പതിക്ക്? അവളെവിടെ അഹങ്കാരി. നാളെ തന്നെ ഞാൻ വന്നിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല കാര്യം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ സംഘടനയിലെ ആളുകളെയും കൂടെ വിളിക്കാൻ. ഏയ് മറക്കില്ല. അപ്പോ നാളെ വൈകിട്ട് കോളേജ് വിട്ടു കഴിഞ്ഞ് കാണാട്ടാ. ഓക്കെ. ഇവിടെയും സംഭവം സക്സസ്. എന്താ മോനെ, ഇങ്ങടേക്ക് വന്നേ. അച്ഛനൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ഫോൺ എടുത്ത് നമ്മുടെ പിള്ളേരെല്ലാം വിളിക്ക്. ഈ സമയത്ത് ബെല്ലടിച്ചത് അശ്വിന്റെ അമ്മയോ?